ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ വ്ളോഗ്സ്. ഇന്ന് തേഴ്സ്ഡേ ആണ്. സോ മോർണിംഗ് 6 AM ടൈം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാണ്. ദോശയും ടൊമാറ്റോ ചട്നിയും. എൻ്റെ ഫേവറേറ്റ്, മിക്കിയുടെ ഫേവറേറ്റ്, അതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി. ബട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ, എനിക്ക് ടയർഡായിട്ടുള്ള ദിവസങ്ങളിൽ, എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചട്നി അല്ലെങ്കിൽ ഒരു ഫുഡാണിത്. അപ്പം ഞാനിപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ രാവിലെ തന്നെ എണീക്കാൻ ചില ദിവസങ്ങളിൽ മടിയാണ്. ഓക്കെ, ഇപ്പോൾ കിച്ചണെത്തി. ഇതൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മദറിലോയും കൂടെ കുക്ക് ചെയ്യണ കിച്ചണാണ്. അപ്പം ഈ പാത്രങ്ങളും എല്ലാം ആളുടെ ഇതിലുള്ള ബന്ധമുള്ള പാത്രങ്ങളാണ് അവിടെ ഇരിക്കണതെല്ലാം. അതിലെല്ലാം കുറേ നൊസ്റ്റാൾജിക് തിങ്സ് അതിനകത്തുണ്ട്. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പത്തിൽ നൂലുകെട്ടിന് കൊടുത്ത പാത്രങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഹസ്ബൻഡ് യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെയാണ് കിച്ചണിലുള്ളത്. സോ അതൊക്കെ കീപ്പ് ചെയ്തേക്കുവാണ്. അതൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വരാം. അപ്പോൾ ചട്നിയിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഈ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട്. പക്ഷെ സത്യം പറയട്ടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അത് ഒരുപാട് വഴറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. അതേപോലെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് എനിക്ക് കിട്ടില്ല നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കുമ്പം. ബട്ട് ഇവിടെ ചെന്നൈയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. ബിക്കോസ് സൺഫ്ലവർ ഓയിൽ തന്നെ നിങ്ങൾ ഈ ചട്നി ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് എനിക്ക്. ഞാൻ ഇവിടെ നിന്ന് കുറേ ചട്നി പഠിച്ചിട്ടുണ്ട്. കാര്യം എനിക്കിഷ്ടമില്ലാത്തൊരു ഫുഡായിരുന്നു ദോശയും ചട്നിയും. കാര്യം നാട്ടിൽ മമ്മി ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നാറില്ല. പക്ഷേ എനിക്ക് ചെന്നൈയിൽ വന്നതിന് ശേഷം അപ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ ദോശയൊക്കെ നന്നായിട്ട് കഴിക്കും. അങ്ങനെയാണ് എനിക്ക് ചെന്നൈയിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കുറേ ഫ്രണ്ട്സ്, കുറേ ആൾക്കാരിങ്ങനെ ചട്നിയുടെ റെസിപ്പീസൊക്കെ പറഞ്ഞു തന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെല്ലാം കിട്ടണ എല്ലാം കൊണ്ടും ചട്നി ആയിരിക്കും. ക്യാരറ്റ് ചട്നി, ബീട്രൂട്ട് ചട്നി, മുരിങ്ങയില ചട്നി, നമ്മുടെ ചീര വെച്ച് ചട്നി, പിന്നെ പൊടി, അങ്ങനെ ആയിരിക്കും. പക്ഷെ സത്യം പറയട്ടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെല്ലാം. അപ്പം ഈ ഒരു ചട്നി എൻ്റെ മദറിലോ ആണ് എനിക്കിത് ഫസ്റ്റ് ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒരു കടായിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ഇടുക. ഈ ഓണിയൻ വന്നിട്ട് 1 മിനിറ്റ് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യണം. 1 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി. അതിന് ശേഷം സോട്ട് ചെയ്യേണ്ട. ബിക്കോസ് അതിൻ്റെ പച്ച മണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിങ്ങ് എടുക്കാം. അപ്പോൾ ഓണിയൻ ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം പിന്നെ കറിവേപ്പില, അതിനുശേഷം പിന്നെ തക്കാളി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. എല്ലാം ഒന്നിച്ച് ആഡ് ചെയ്യരുത്. ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഓണിയൻ്റെ ആ ഒരു സ്മെല്ല്, ടേസ്റ്റ് ഒന്നും വരില്ല. സോ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചട്നി അരയ്ക്കാനായിട്ട്. ഈ ചട്നി അരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് പറഞ്ഞു തരാനും വലിയ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ഒരു ഇപ്പം ഞാൻ ചട്നിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ചട്നികളുണ്ട്. ക്യാരറ്റ് ചട്നിയുണ്ട്, പിന്നെ വേർക്കടല ചട്നിയുണ്ട്, പിന്നെ എന്ത് ചട്നിയാണ്, പൊട്ടുകടല ചട്നിയുണ്ട്, തേങ്ങാ ചട്നി, പിന്നെ ഓഫ് കോഴ്സ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തേങ്ങാ ചട്നി. അതേപോലെ വേറെ എന്ത് ചട്നി, അങ്ങനെ കുറേ ചട്നികൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പീച്ചിങ്ങ ചട്നി, അതേപോലെ തന്നെ ആപ്പിൾ ചട്നി, ഈ കിട്ടുന്ന എല്ലാ സാധനത്തെയും വെച്ച് ചട്നി അരച്ചിട്ട് ദോശയുടെ കൂടെ കഴിക്കുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷെ നമ്മൾ വിചാരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് അതിനൊക്കെ കേട്ടോ. അത് നല്ല ടേസ്റ്റിൽ അവർ കൊണ്ടുവരും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. ഞാൻ ഇവിടുന്ന് കുറേ റെസിപ്പി പഠിച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യണ പല സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ്. അങ്ങനെ കുക്കിംഗ് ഇവിടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇവർക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചൊരു ബ്ലാക്ക് ടീ കുടിക്കും. ഈ ബ്ലാക്ക് ടീ എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് എൻ്റെ മമ്മി ബ്ലാക്ക് ടീ കുടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീച്ച് ബ്ലാക്ക് ടീ കുടിക്കും. എൻ്റെ മോളും കുടിക്കും. ഇത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, കുട്ടികളൊക്കെ കുടിക്കുന്നത്. പക്ഷെ ഞാൻ കുടിക്കാൻ കണ്ടിട്ട് അവളും കുടിക്കും. ഞാനിത് ഷുഗർ ആഡ് ചെയ്യില്ല കേട്ടോ, ബിക്കോസ് പണ്ടൊക്കെ ഷുഗർ ഇടുമായിരുന്നു, ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്യണില്ല. പിന്നെ ഞാൻ രാവിലെ 6 o'clock അല്ലെങ്കിൽ 5 o'clock ആകുമ്പോൾ എണീക്കും. അതെനിക്കൊരു മീ ടൈമാണ്. പണ്ട് ഞാൻ ഏതോ ഒരു വ്ളോഗ്സിൽ ഇപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ രാവിലെ കിട്ടുന്നൊരു മീ ടൈമാണ് 5 to 6 o'clock. ശരിക്കും അത് സത്യമാണ് കേട്ടോ. ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നേരം
എന്തെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും കാണും. പക്ഷെ ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ നോക്കുന്ന പരിപാടി ഇപ്പം ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്തേക്കുവാണ്. ബിക്കോസ് എനിക്കത് അതത്ര ഇതായിട്ട് തോന്നണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചട്നിയിലേക്ക് വരാം. അപ്പോൾ ചട്നി ഏകദേശം ആറിയിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ആക്കിയിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ചട്നി റെഡി ആയി. ഇത്രയേ ഉള്ളൂ. ചട്നി വെരി ഈസിയാണ്, ബട്ട് നല്ല ടേസ്റ്റുമാണ് ഈ ചട്നിക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ദോശയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ദോശ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പം ദോശ ഞാൻ 2 നേരം കഴിക്കും. രാവിലെയും കഴിക്കും, രാത്രിയും കഴിക്കും. അത്രയും ബട്ട് ഇപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് ദോശ ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ദോശ ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീ ടൈമിൻ്റെ കാര്യം പറയുകയാണ്. ഈ ഒരു രാവിലെ എണീച്ച് നമ്മൾക്ക് വേണ്ടി എടുക്കണ ഈ ടൈം ആക്ച്വലി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മൾക്ക് കുക്ക് ചെയ്യണതാണെങ്കിലും നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ പാട്ട് കേൾക്കണത്, അല്ലെങ്കിൽ രാവിലെ കുറച്ച് ഡിവോഷണൽ സോങ്സ് കേൾക്കണതൊക്കെ ആ ഡേ ഫുള്ള് നമ്മളൊരു പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. സോ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചത്. ഞാൻ വളരെയധികം ഡിപ്രഷനിൽ പടർന്നു പോയ ഒരാളാണ്. സോ ഇപ്പോൾ ഈ രാവിലെ എണീച്ച് ഈ റൂട്ടീൻ ഫോളോ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും, ഡെയിലി വരും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഫ്രൈഡേ നാളെ കാണാം. അതുവരേക്കും